ടൈമിന്റെ എല്ലാമായ കലാവേദികളിലെ വിസ്മയം രമേശ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും കിടക്കാൻ നേരത്ത് പല ആൾക്കാരും അന്നത്തെ ലാഭം നഷ്ടം ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഓരോ ദിവസവും ഇന്നത്തെ ദിവസം നമ്മൾ എത്ര പേരെ സന്തോഷിപ്പിച്ചു, നമ്മൾ എത്ര പേരുമായി ആഹ്ലാദം പങ്കുവെച്ചു എന്ന് ചിന്തിച്ചാൽ പല ദിവസങ്ങളിലും ചിലപ്പോൾ സാധാരണ ദിവസങ്ങളായിരിക്കും, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ അങ്ങനെ ആകരുത്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ഏറ്റവും ചെറുതായ ഒരുപാട് വഴികളുണ്ട്, പല വഴികളുണ്ട്. അതിലെൻ്റെ ഒരു അനുഭവം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഞാൻ പങ്കെടുത്തിരുന്നു. അതായിരുന്നു ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് കുറേ നാളിന് ശേഷം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് നേരം വെളുത്ത് വരാറായി. കാസർഗോഡായിരുന്നു അത്. കാസർഗോഡ് എത്താറായി. ട്രെയിനിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇത്തിരി ദൂരമായിട്ട് മാറി നിൽക്കുകയാണ്. എൻ്റെ കൂടെ മറ്റൊരു ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം റെയിൽവേ ട്രാക്കിനടുത്ത് താമസിക്കുന്ന എല്ലാ കുട്ടികളും ഇല്ലെങ്കിൽ ചില ലെവൽ ക്രോസുകൾ എത്തുമ്പോൾ, ചില സ്ഥലങ്ങളെത്തുമ്പം ചില കുട്ടികൾ ഓടി വന്ന് ട്രെയിനിന് നേരെ ടാറ്റ തരും. അപ്പോൾ 1, 2, 3 സ്ഥലങ്ങളിൽ ഞാൻ ഈ പിള്ളേർക്ക് തിരിച്ച് ടാറ്റ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇപ്പുറത്ത് നിന്ന് ആൾ ചോദിച്ചു, ആഹാ ഇപ്പോഴും ഈ പിള്ളേർക്കൊക്കെ ടാറ്റ കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആ ഇപ്പോഴും എന്ന് പറഞ്ഞത് നിങ്ങൾ വലുതായില്ലേ, എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ പിള്ളേർക്ക് ടാറ്റ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത്, നമ്മൾ നേരം വെളുത്തു, രാവിലെ 5:30, 6 മണി, 7 മണിയായിട്ടുള്ളൂ, ഓടി വന്നൊരു വലിയ ട്രെയിൻ യാത്ര പോകുന്നതിന് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് വളരെ കുറച്ച് ടാറ്റകളെ തിരിച്ചു കിട്ടുന്നുള്ളൂ. ഓരോ തിരിച്ചു കിട്ടുന്ന ടാറ്റയെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കൊടുത്ത ടാറ്റയിൽ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ഈ ടാറ്റ കൊടുക്കുന്നത്. ഒരു ചെറിയ ടാറ്റ പോലും ഏതോ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലുള്ള ഒരുപാട് കുഞ്ഞു സന്തോഷങ്ങൾ ഓരോ ദിവസവും പരസ്പരം പങ്കുവെക്കുന്ന, ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന, ചിരി എന്ന സന്തോഷം ഒരുപാട് പേർക്ക് അനുദിനമേകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തുകയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാജു നവോദയ. സാജു, ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ സംസാരിച്ചത് നമ്മൾ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനെ പറ്റിയാണ്. സാജുവിന് അങ്ങനെ എന്തെങ്കിലും സന്തോഷങ്ങൾ കൊടുക്കാനോ? ഇന്നിപ്പോ ഈ വരുന്ന വഴി എന്നെ 2 പേര് വളരെയധികം സന്തോഷിപ്പിച്ചു. ആരൊക്കെയാണ്? 2 നേഴ്സുമാർ സന്തോഷിപ്പിച്ചു. കാരണം ഞാൻ തൊടുപുഴ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും വന്നത്. എനിക്ക് എന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവ് ആട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ വന്നത്. ഇനി ഞങ്ങൾക്കൊരു സന്തോഷം തന്നു. പോസിറ്റീവായിട്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എന്തോ ചെയ്തേനെ. അങ്ങനെ വരാണ്ടിരിക്കില്ല. ഇത് പ്രശാന്ത് കാഞ്ഞിരൂട്ടിനെ അറിയില്ലേ? അറിയാം. കാഞ്ഞിരൂട്ട് ഒരു ദിവസം എൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തേക്കുന്നത്, എടാ ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ്, എടാ നീ എല്ലാ കാര്യത്തിലും പോസിറ്റീവ് അല്ലേ, ഇതിനായിട്ട് മാത്രം മാറ്റി വെക്കണ്ടേ, ഇതും പോസിറ്റീവ് ആയിക്കോളാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പോസിറ്റീവ് ആകുന്നു. ഞാൻ പറഞ്ഞോണ്ടല്ലേ എൻ്റെ നാക്കിൻ്റെ പ്രശ്നം അത്. ഈ പ്രശാന്ത് കാഞ്ഞിന് പറ്റും ഒരിക്കൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പം പ്രശാന്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. പ്രശാന്ത് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ കൊച്ചിന് സ്കൂളില്ല. സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എണീറ്റിട്ട് പ്രശാന്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തട്ടി കളിച്ചപ്പോൾ പ്രശാന്തിനൊരു ചെറിയ ഐഡിയ തോന്നി, മരിച്ച പോലെ കിടക്കാം. നല്ല ഐഡിയ ആണല്ലോ. പ്രശാന്ത് ഇങ്ങനെ വെറുതെ കുട്ടി 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ 5-6 വയസ്സുള്ളൂ കേട്ടോ ചെറുക്കന്. ഇവനിങ്ങനെ മിണ്ടാതെ മരിച്ച പോലെ കിടന്നു. ഇപ്പം 3-4 പ്രാവശ്യം പപ്പ എന്നൊക്കെ വിളിച്ചിട്ടൊന്നും പ്രശാന്ത് അനങ്ങുന്നില്ല. ഇവനൊരു കരച്ചിൽ തുടങ്ങി. ഓടി നടന്ന് വീട്ടിൽ കൂടെ നടന്ന് കരയാണ്. ഇപ്പോൾ ഒരു 6 വയസ്സുള്ള കൊച്ച് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പക്വതയും ഇത്രയും ഒച്ചത്തിൽ ഇവൻ കരയുന്നതൊക്കെ കണ്ടിട്ട് പ്രശാന്തിന് വലിയ സന്തോഷമായി. പ്രശാന്ത് പിന്നെ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി ചോറുണ്ണുമ്പം ഭാര്യയൊക്കെ വന്ന ശേഷം പ്രശാന്ത് ഭാര്യയോട് പറഞ്ഞു, എടി ഇന്നൊരു സംഭവം ഉണ്ടായി, രാവിലെ ഞാനിങ്ങനെ കിടന്നു, അപ്പോൾ ഇവൻ വിളിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നി. കാരണം ഇവൻ എന്തൊരു കരച്ചിലായിരുന്നു എന്നറിയാമോ, ഞാനിങ്ങനെ മരിച്ച പോലെ കിടന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യൻ തിന്നോണ്ടിരിക, എനിക്ക് ശബത്തിന്റെ കൂടെ ഒരു വീട്ടിലിരിക്കാൻ പേടിയാ, ഞാൻ കരയുന്നു. പ്രശാന്തിനെ കുറിച്ച് പറയാനാണ് ഇഷ്ടം പോലെ കഥകളുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പ്രശാന്ത് കാഞ്ഞിരൂട്ടിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിരുന്നാലോ? പിന്നെ പോവാം. വാ. ഓക്കെ പ്രശാന്ത്. ടൈമിന്റെ ഇന്നത്തെ വേദിയിൽ എത്തുന്നത് സുനിൽ സൂര്യയാണ്. നമുക്കറിയാം അദ്ദേഹം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഫ്ലോറിൽ എത്തുന്നത്. ഒരുപാട് സ്നേഹത്തോടെ കൈയടിയോടെ നമുക്ക് സുനിൽ സൂര്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സുനിൽ സൂര്യ.
സോ വൺസ് അഗൈൻ വെൽക്കം, കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇയാളുടെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വരാൻ സാധിച്ചത്. കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. മാത്രമല്ല ഇനി അഥവാ പറയുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് നികത്തുന്ന ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് സുനിൽ സൂര്യ വന്നിരിക്കുന്നത്. കണ്ട ചിരിക്കാൻ പറ്റിയ ചെറിയൊരു കോമഡി ഒരു ഡയലോഗ് എഴുതിക്കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ്. എവിടുന്ന് കിട്ടി സുനിൽ ടീഷർട്ട്? തിരുവനന്തപുരത്ത് പോയപ്പോ വാങ്ങിച്ചതാ. ആണോ? ഞങ്ങളൊന്നും പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. മോനെ ആകൊന്ന് മാറ്റി പിടിച്ചു. അനിയ നെല്ല്. സുനിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, നല്ല വിശേഷമാണ്. കലകി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് എൻ്റെ പൂട്ടിപ്പോയ അച്ചാർ കമ്പനിയുടെ കഥ പറഞ്ഞിട്ട് നാട്ടിൽ പോയതാണ്. അപ്പോൾ പ്രൊമോ വന്നു, പ്രൊമോയിൽ അത് തന്നെ വന്നു, പരിപാടി വന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു, ഒരു 100 പീസ് അച്ചാർ വേണം അർജന്റായിട്ട്. നടന്നില്ലേ? നടന്നു. ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ റൗഡി കേശവൻ്റെ മകൻ ഗോപൻ്റെ കല്യാണമാണ്. ഇവൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല. പക്ഷെ ഞാൻ അവനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഗോവ. അപ്പോൾ പറഞ്ഞു എടാ നീ എപ്പോൾ വന്ന്? ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് നാട്ടിലുണ്ട്. നീ എന്താണോട് കല്യാണം പറയായിരുന്നു? അല്ലടാ കല്യാണം പറയാൻ പറ്റില്ല, ഇത് കൊറോണയൊക്കെയാണ്. എടാ കല്യാണത്തിന് അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ലിസ്റ്റിലില്ല. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പാചകം കല്യാണ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് കിട്ടളേപ്പനാണ്, കൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, കിട്ടളേപ്പനാണ്, പിന്നെ ദിനേശനും. നീ ഈ പാചകക്കാരുടെ കൂടെ അങ്ങ് കൂടിക്കോ, എന്നിട്ട് സദ്യ കഴിച്ചു തുടങ്ങും. എനിക്ക് ഇനി ഇതിനെപ്പറ്റി കല്യാണത്തിൽ പ്രത്യേകം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ചീത്ത കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ ഒരു കല്യാണത്തിന് പോയതിൻ്റെ അവിടുന്ന് കണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുരുന്ന് തമാശകൾ. ഞാൻ പലതരം തമാശകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തൊടുകറി എന്ന് പറഞ്ഞു, തൊടുകറി തമാശകളായിരിക്കും പറയാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ആ കുരുന്ന് തമാശകൾ പോരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ഗോപൻ്റെ കല്യാണം കൂടാൻ വേണ്ടി നേരെ വെച്ച് പിടിച്ചു നമ്മുടെ പാചകശാലയിലേക്ക്. അപ്പം നാട്ടിലെ ആസ്ഥാന പാചകക്കാരനാണ് നമ്മുടെ കിട്ടളേപ്പൻ. കിട്ടളേപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള ദിനേശൻ്റെ അച്ഛൻ്റെ അനിയനാണ്, 5ാമത്തെ അനിയനാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ നമ്മുടെ ദിനേശൻ്റെ റോൾ മോഡലാണ് കിട്ടളേപ്പൻ. അവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടാൻ തുടങ്ങി. അതായത് കിട്ടളേപ്പൻ്റെ ഈ സാമ്പാർ ഭയങ്കര ഫേമസ് ആണ്, അതിൽ കായമൊക്കെ ഭയങ്കര ഫ്ലേവറാണ്. ആ കായം കിട്ടുന്നു, പിന്നെ കാളൻ, ഓലൻ, അച്ചാർ, ഉപ്പേരി, രസം, മോര്, ഇതൊക്കെ ശരിക്ക് പറഞ്ഞ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പൂവൽച്ചൽ ഖാദർ സാറ് പണ്ട് എഴുതിയൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ട്, SP വെങ്കടേഷ് സാറ് ഈണം നൽകിയ പാട്ട്. ആ പാട്ട് ഈ സിറ്റുവേഷന് കറക്റ്റ് ആയിരിക്കും. അത് ഞാനൊന്ന് വെറുതെ ഒന്ന് പാടി നോക്കാം. കായം മണക്കും സാമ്പാറ്, കാളൻ ഓലൻ അച്ചാറ്, എലിശ്ശേരി പുളിശ്ശേരി രസം മോര്, എല്ലാം ചേർന്നാൽ ബഹുജോറ്, പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും കിച്ചടിയും, ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. എൻ്റെ ഷായേട്ടാ പിഷാരി ചേട്ടാ, നാവിൽ ഇങ്ങനെ വെള്ളം വരും അവിടെ എത്തിയപ്പോൾ. പാടിയിട്ടും നാവിന്നല്ല നിന്റെ കണ്ണിന്ന് വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ചെറിയ വല്ല വാ താമര പെണ്ണെ അതൊക്കെ എടുത്തോണ്ട് വന്നാൽ മതി. ഓക്കെ, എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വൈബായിരുന്നു ഇവിടെ. പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഈ പാചകക്കാരൻ കിട്ടളേപ്പൻ മാത്രം ഹാപ്പിയല്ല. കിട്ടളേപ്പൻ 2 കാര്യത്തിനാണ് താടി പിടിച്ച് വലിക്കുന്നത്. ഒന്ന്, ആരെങ്കിലും കുക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് നല്ല സാമ്പാറായിരുന്നു ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഈ മോഡലിലാണ് ഇരിക്കുക. ആ കറി അത്ര പോരാന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം അന്ന് നോക്കുമ്പോഴേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എന്ത് പറ്റിയ കിട്ടളേപ്പന്, നല്ല ഫുഡൊക്കെ എല്ലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് സംഭവം അറിഞ്ഞത്, പായസം ഫ്ലോപ്പാണ്. പായസം രാവിലെയാണ് ഉണ്ടാക്കുക. പായസത്തിൽ നന്നായിട്ട് വെള്ളം കൂടിപ്പോയി. ഈ സംഭവം നമ്മൾ റൗഡി കേശവട്ടൻ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ എൻ്റെ മോൻ ഇവിടെ കല്യാണം കഴിക്കുന്ന അമ്പലപ്പുഴ എന്നാ. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇതിൻ്റെ യോഞ്ഞ പായസമാണ് കുടിക്കേണ്ടത്. ഇതൊന്നും നടക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, റൗഡി കേശവനാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഈ കല്യാണത്തിന് ഫുഡിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്റെ കൂടെ അടുക്കളയിൽ സഹായിക്കാൻ വന്ന ഒറ്റ ഒരുത്തന് ഇവിടുന്ന് നടന്നിട്ട് പോകില്ല. പ്രത്യേകിച്ച് നിനക്ക് അടുത്ത പ്രാവശ്യം പോയിട്ട് പിഷാരടിയുടെ മുമ്പിൽ കോമഡി പറയണ്ടേ, നിന്റെ 2 കാലം ഞാൻ വിളിക്കുന്നു എന്നോട്. ഞാനിതിൽ പെട്ടുപോയില്ലേ, ഞാൻ കല്യാണ പാചകക്കാരൻ്റെ ടീമിലായി പോയില്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്താണ് കിട്ടളേപ്പൻ്റെ അടുത്ത നീക്കുന്നത്. കിട്ടളേപ്പൻ വീണ്ടും താടി ചൊറിയാൻ തുടങ്ങി. എന്താണ് പരിപാടി? ഞാൻ ചോദിച്ചു, കിട്ടളേപ്പ ഞാനും ഇതിൽ പെട്ടിരിക്കുകയാണ്, രക്ഷപ്പെടുത്തണം, അടുത്ത ആഴ്ച ഷൂട്ടുണ്ട്, പോകണം, എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ നമ്മുടെ പാചകത്തിന് വന്ന പയ്യന്മാർക്ക് ചായക്ക് നമ്മൾ എന്താ ഉണ്ടാക്കിയെന്ന്. അപ്പം അവലും കടലയും, അത് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിലിനി അവല് വല്ലതും ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട്. എത്രയുണ്ടാവും? ഒരു 3-4 കിലോ ഉണ്ടാവും. അതിങ്ങോട്ട് എടുക്ക്. നേരെ സാധനം എടുത്തു, ഉരുളി വെച്ചു, ചൂടാക്കി, എണ്ണ ഒഴിച്ചു. ഈ അവല് മൊത്തം എടുത്തിട്ട് കിട്ടളപ്പൻ ഇതിലേക്ക് അങ്ങ് തട്ടി കഴിഞ്ഞിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, കുറച്ച് ശർക്കര പൊടിച്ചിട്ടത്, ഇതൊക്കെ ഇട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് മൊത്തം ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തട്ടടാ പാൽപ്പായസത്തിലേക്ക്. ഈ സാധനം എടുത്ത് പാൽപ്പായസത്തിലേക്ക് തട്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി സാധനം. നമ്മൾ കിട്ടളപ്പം ഇത് കൊള്ളാലോ, ഇത് ടൈറ്റായല്ലോ, രുചിച്ചു നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഈ അമ്പലപ്പുഴ ടീം വന്നിട്ട് പായസം കുടിക്കുകയാണ്. ഈ പായസം ആരുണ്ടാക്കി?
ഈ പായസം ആരുണ്ടാക്കി? അപ്പം ഞാനും ദിനേശനും കോറസായിട്ട് കിട്ടളേപ്പൻ എന്ന് പറയാന്നതിന് മുമ്പേ കിട്ടളേപ്പൻ പറയാണ് ഇത് ഇവനാണ് ഉണ്ടാക്കിയത്, സുനിൽ സൂര്യാന്ന്. നേരെ എൻ്റെ നേരേക്ക് എന്താ ഇത് മൊത്തം എൻ്റെ നേരെ വരും. അപ്പം അവരാണ് പറഞ്ഞത്, മോനെ ഇതിൽ അവില് കൊണ്ട് എന്തെങ്കിലും പ്രയോഗം നീ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അതുണ്ട്. എന്താ എൻ്റെ പേര്? ഞാൻ മറ്റേ നമ്മുടെ പവിത്ര സിനിമയിലെ പോലെ ഉണ്ണിമധുരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം. ഞാൻ പറഞ്ഞു അവിൽപ്പാലട. അതാണ് സാധനം, നമ്മൾ എവിടെയും കഴിച്ചിട്ടില്ല. നന്നായിട്ടുണ്ട്. പായസം ഒന്നുകൂടി കുറച്ചുകൂടി വരാം, കുറച്ചുകൂടി ആവാന്നേ, ആയിക്കോട്ടെ എന്നേ, വന്നോട്ടെ എന്നേ. കിട്ടളപ്പൻ എന്നെ നോക്കുക, മൊത്തം ക്രെഡിറ്റ് എനിക്ക് നേരെയായി. അപ്പോൾ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ ഞാൻ നാട്ടിലൊരു സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആയിരുന്നു. നാട്ടുകാർ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പായസം കൂടി അവിടെ ക്ലിക്ക് ആയതോടുകൂടി, ഇപ്പോൾ വൺസപ്പോണ ടൈമിലൂടി വന്നതോടുകൂടി ആളുകൾ എടാ കൊള്ളായിരുന്നു കേട്ടോ, പരിപാടിയും കൊള്ളായിരുന്നു, എൻ്റെ പായസം കൊള്ളായിരുന്നു, പരിപാടി കുഴപ്പമില്ല കേട്ടോ, എടാ പായസം നന്നായിട്ടുണ്ട് കേട്ടോ, ഇതാ ചക്ക വീണ് മോലെത്തു എന്ന് പറഞ്ഞൊരു പരിപാടി. എന്തായാലും പായസം സൂപ്പർ പായസം ഉണ്ടാക്കി ഗംഭീരമായി. ഇതുപോലെ തന്നെ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നേരം എനിക്കൊരു ആശാൻ ഉണ്ടായിരുന്നു, ഈ പായസം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കാൻ മറന്നു അടുക്കി പിടിച്ചപ്പോൾ മൊത്തം എല്ലാവർക്കും ടെൻഷനായി. അപ്പോൾ ആശാനോട് പറഞ്ഞത് എന്താ സംഭവം, അടുക്കി പിടിച്ചു പോയല്ലോ, കുഴപ്പമാവെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് വെറുതെ ആണ് ഞാൻ ആശാനായത്, നീയൊക്കെ ശിഷ്യന്മാരായത്, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ മാറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആ വീടിൻ്റെ മെയിൻ ഒരാളുണ്ടാവുമല്ലോ എല്ലാം നോക്കിയിടണം. പുള്ളിയോട് ചേട്ടാ ഒന്നും വന്നേട്ടാന്ന് പറഞ്ഞു, ഇതൊന്ന് ഇളക്കി ഞാൻ ഇച്ചിരി മൂത്രം വെച്ചിട്ട് വരാട്ടാന്ന് പറഞ്ഞു. പുള്ളി പോയിട്ട് അവിടെ പോയി ഒളിച്ചിരുന്നു ഇച്ചിരി വരാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വന്ന് ഇളക്കി, ഇതെന്താ ഏട്ടാ ചേട്ടൻ കാണി, ഇത് അടുക്കി പിടിച്ചിട്ട് ചേട്ടനോ ഇളക്കാൻ പറഞ്ഞല്ലോ. അതെ, നമുക്ക് ബുദ്ധി ഉണ്ടായിട്ടെന്താ കാര്യമൊന്നുമില്ല, അത് എവിടെ പ്രയോഗിക്കണം, ഏത് ടൈമിൽ പ്രയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ദിവസം നമ്മുടെ കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ ടിനിറ്റോം ഗസ്റ്റായിട്ട് വന്നപ്പോൾ ടിനിറ്റോമിൻ്റെ സിൽക്ക് ജുബ്ബ എടുത്ത് തേച്ചിട്ട് കത്തിച്ചു പോയി. ഉരുകിപ്പോയി. എന്നിട്ട് ഇയാൾ വന്നിട്ട് ടിനിറ്റോമിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ടിനിച്ചേട്ടൻ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് കൺഫ്യൂസ് ചെയ്ത് കളയും. അമരവിള സതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. പുള്ളി ഒരു ദിവസം ഒരു പരിപാടി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറേ ടേപ്പ് 2 മണിക്കൂർ ഷൂട്ട് ചെയ്തതിൻ്റെ ടേപ്പ് എന്തോ പിടിച്ച് ഞെക്കിയിട്ട് ഷൂട്ട് എത്രയും സാധനം ഡിലീറ്റ് ആയിപ്പോയി. ഡിലീറ്റ് ആയി പോയിട്ട് പുള്ളി നേരെ അത് കൊണ്ടിട്ട് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൊടുത്തിട്ട്, അതെ ഇത് മുഴുവൻ ഡിലീറ്റ് ആയിപ്പോയി, സാറ് ടെൻഷൻ ഒന്നും അടിക്കണ്ട, സാർ ടെൻഷൻ അടിക്കില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പുള്ളിയെ സമാധാനിപ്പിക്കുക, ഇവനാ ചെയ്തേ, പുള്ളിക്ക് ഞാൻ ചീത്ത പറയണോ അതോ വേണ്ടയോ എന്ന് പറഞ്ഞ് ചെറിയൊരു കൺഫ്യൂഷൻ. അതേപോലെ വേറൊരു കൂട്ടുകാരൻ ഗൾഫിലൊരു പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ എന്നും പറഞ്ഞ് പോയേക്കുക. ഇവൻ സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം വെച്ചിട്ട് ആരെയോ പറ്റിച്ചിട്ട് ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞ് പോയേക്കുക. ഇവന് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, വലിയ പണി അറിയാവുന്നവനല്ല. അപ്പം ഞാനൊക്കെ ഇവൻ ഡയറക്ടറായി നിൽക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പണി അറിയില്ല, ഒടി തരി പോലും അറിയാത്ത ഒരാളാണ്. ഞാൻ അവിടെ ചെന്നപ്പം ഇയാൾ എനിക്ക് പോകുന്ന 2 വർഷം മുമ്പേ ഗൾഫിൽ പോയിട്ടുള്ള ഒരാളാണ്. ഷോ ഡയറക്ടർ ഇന്നയാളെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയേക്കാണ് ഈ പുള്ളിക്കാരനെ. ഈ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ ഓപ്പണിംഗ് ഡാൻസിൻ്റെ തന്നെ പാട്ട് വീഴാൻ 5 മിനിറ്റ് താമസമായി. എല്ലാവരും വന്ന് കർട്ടനും പൊക്കി ലൈറ്റ് ഓണാക്കിയിട്ട് അവിടുന്ന് പാട്ട് വീഴുന്നില്ല, വരുന്നത് വേറെ പാട്ട്. അപ്പം തന്നെ ഷോയുടെ തുടക്കം തന്നെ പാളിയിട്ട് നിൽക്കുകയാണ്. അടുത്തത് വേറെ പാട്ടുകാരൻ വന്ന് ഈ പാട്ടുകാരന് സ്റ്റേജിൽ മോണിറ്ററിന് ലെവലില്ലാഞ്ഞിട്ട് അയാൾ കൈയും കാലും കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അപ്പോൾ ഈ ഷോ നടത്താൻ ഏൽപ്പിച്ച 4-5 സംഘാടകർ നേരെ ഗ്രീൻ റൂമിൻ്റെ അവിടെ വന്ന് നിന്നിട്ട്, അതെ ഇങ്ങനെ പോയാൽ പറ്റിയാലോ, ആൾക്കാർ നമ്മളെ പിടിച്ചിടിക്കും, ഇത് തുടക്കം തൊട്ട് പാളിക്കൊണ്ടിരിക്കുക, 10 മിനിറ്റ് ആയില്ല, അതെ ആൾക്കാർ കൂവി തുടങ്ങി, എന്നെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റവൻ്റെ പ്രശ്നമാണ്. ഇവർ വട്ടം വിടുന്നത് ചോദിച്ചേ പറ്റുള്ളൂ, ഇത് ചോദിച്ചിട്ടല്ലാണ്ട് ഈ പരിപാടി നടക്കുകയല്ല, നമുക്കിത് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ. ഇവർ 5-6 ഓർഗനൈസേഴ്സും കൂടെ ഇവൻ്റെ അടുത്തോട്ട് സ്റ്റേജിൻ്റെ സൈഡിലോട്ട് പോവുക. ഇവൻ ഹെഡ്ഫോണും സാധനമൊക്കെ വെച്ച് കുറേ ഫയലും ഒക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇവനെ ഇവർ ചെന്ന് അടിക്കുകയോ പിടിക്കുകയോ എല്ലാം ചെയ്താൽ എൻ്റെ കൂട്ടുകാരെന്നുള്ള നിലയിൽ രക്ഷിക്കാം, ഇടപെടാം, ബാക്കി ഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നടത്താമെന്ന് പറയാമെന്നൊക്കെ വെച്ച് ഞാൻ ഈ കമ്മിറ്റിക്കാരുടെ ഒപ്പം കൂടെ നടക്കുന്നു. ഇത് അവനാണ് കമ്മിറ്റിക്കാർ നടന്ന് ഇവനിങ്ങനെ കാണുന്നുണ്ട് അവർ വന്നത്. തൊട്ടടുത്തെത്തിയില്ല ഇവനെ ഈ കമ്മിറ്റിക്കാരിങ്ങ് വന്നത്. ഇവൻ ആ ഫയലെടുത്ത് നേരത്തേക്ക് ഒരു ഒറ്റ അടിച്ചിട്ട് അവരോട്, ഇങ്ങനെയാണ് ഞാൻ പരിപാടി നടത്താനില്ല കേട്ടോ, പാട്ട് സമയത്ത് വന്നില്ല, ലൈറ്റ് കൃത്യമായിട്ട് ഓണല്ല, ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ പരിപാടി ചെയ്യുന്നത് അവരോട്. ഇവർ അതെൻ്റെ കുഴപ്പമാണോ ഇവരുടെ കുഴപ്പമാണോ? അതുപോലെ നമ്മുടെ നാട്ടിൽ ആസ്ഥാന പാചകക്കാർ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയി പൈസ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പണമൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ട അയൽപക്കത്തെ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഈ ആസ്ഥാന പാചകക്കാരൻ അങ്ങ് വിളിക്കൂല, പുറത്തുനിന്ന് ഇറക്കും ആൾക്കാർ. അങ്ങനെ ഒരു ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിൽ, ദിനേശൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണ പരിപാടി വന്നപ്പോൾ, അയാളുടെ മകളുടെ പരിപാടി വന്നപ്പോൾ ഇവരെ വിളിച്ചില്ല, കിട്ടളപ്പനെയും വിളിച്ചില്ല, ദിനേശനെയും വിളിച്ചില്ല. അത് ഭയങ്കര ഇൻസൾട്ടായി. അപ്പോൾ ദിനേശൻ പറഞ്ഞു, കിട്ടളപ്പ ഇത് ശരിയാവില്ല, നമുക്ക് ഇവർക്ക് പണി കൊടുക്കണം, ഇവൻ്റെ പാചകം മൊത്തം കുളമായിട്ട് അവർ വന്ന് നിങ്ങളുടെ കാല് പിടിക്കണം, ഇത് ശരിയാക്കി താന്ന് പറഞ്ഞിട്ട് നേരെ വിളിച്ചു കിട്ടളപ്പൻ, നേരെ അവൻ്റെ ഫ്രണ്ടിനെ. സിംഗോ സന്ദീപ് എന്നാണ് അവൻ്റെ പേര്. ആ സിംഗോ സന്ദീപ് പറഞ്ഞു, എടാ ഒരു സാധനം വേണം, നമ്മുടെ വളയപ്പാൻ വാറ്റാണ്, അവിടുത്തെ വാറ്റിൻ്റെ പേരാണ് വളയപ്പാൻ എന്ന്. അത് ഈ വളപ്പൊട്ടൻ എന്ന് പറഞ്ഞ പാമ്പുണ്ടല്ലോ, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു പോകും, അത് നല്ല ഡബിൾ ഡോസിൽ 2 വേണമെന്ന്. ഈ വാറ്റിന് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്.
വളയപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന പോലെയാണല്ലോ. മണവാട്ടി എന്ന് പറയുന്ന വാറ്റുണ്ട്. അതെന്താണെന്നറിയോ? അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ മതിലുന്തി എന്ന് പറയുന്ന ഒരു വാറ്റുണ്ട്. മതിലുന്തി അടിച്ചു കഴിഞ്ഞാൽ എവിടെയും ഒരു മതിലെ കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുള്ളൂ. മതിലുന്തിക്കൊണ്ടിരിക്കും. പുല്ലുപറിയൻ എന്ന് പറയുന്നുണ്ട്. നിലത്തിരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വേറൊന്നും ചെയ്യാൻ പറ്റാതെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നൊരു വാറ്റുണ്ട്. അത് ഇന്ന് കുടിച്ചാൽ മറ്റന്നാളെ എണീക്കുള്ളൂ, ഒരു ദിവസം മൊത്തം ഉറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ സന്ദീപിനെ വിളിച്ചിട്ട് ഈ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. സന്ദീപോട് പറഞ്ഞു, ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം ഈ വളപ്പൊട്ടനി, അതായത് വളയപ്പാനി, മറ്റേതിന് വേണ്ട, അത് ഞങ്ങളടിക്കും ഇയാളുടെ കൂടെ കമ്പനിക്ക്. അങ്ങനെ ഇയാളെ കുടിപ്പിച്ച് കിടത്താനാണ് പരിപാടി. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് കഴിച്ചു. മെയിൻ പാചകക്കാരൻ പുറത്തുനിന്ന് വന്ന ആൾ കിട്ടളയപ്പൻ, ദിനേശനും കൂടി കഴിച്ചു. സംഭവം വിചാരിച്ച പോലെ നടന്നു. ഫ്ലാറ്റ്, പക്ഷേ ഫ്ലാറ്റായത് ദിനേശനും കിട്ടളയപ്പനുമായിരുന്നു. ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് മാറിപ്പോയി. ഇത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തുവിട്ട സന്ദീപ് ഒരു വളപ്പൊട്ടൻ വളയപ്പാൻ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അവൻ്റെ കിളി മാറിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച മാറിപ്പോയി. ഇവർ ഓഫ്. ഞാൻ ഇന്നൊക്കെ കുറച്ച് മാറി വരാൻ കുറേ കാലം എടുത്തു കിട്ടളയപ്പൻ. എന്നാലും കിട്ടളയപ്പൻ ഇപ്പോൾ നന്നായിട്ട് തന്നെ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാചകശാലയിൽ പോയപ്പോൾ കണ്ട രസകരമായിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സുനിൽ സൂര്യ നന്നായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. അതെ, നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, നന്നായിട്ട് ചെയ്തു, വളരെ രസകരമായിരുന്നു. പിന്നെ ഈ പാചകം നമ്മളിപ്പോൾ പാചകക്കാരെ കളിയാക്കിക്കൊണ്ടല്ല നമ്മൾ പറഞ്ഞേക്കണം, ഇത് ഫണ്ടിന് വേണ്ടി പറഞ്ഞേക്കണം. പക്ഷെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ പൈസ കിട്ടുന്ന സമയത്തല്ല അവർക്ക് സന്തോഷം. ഇത് അവർ കൊടുക്കുന്ന ആ ഒരു മനസ്സുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്. കാരണം ഞാനും പോയിട്ടുള്ള പാചകക്കാർ എത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നവനാണെങ്കിലും അത് ഉണ്ടാക്കി ആ മനസ്സോടുകൂടി കൊടുക്കുമ്പോഴത്തേക്കാ അത് വലിയൊരു കാര്യമാണ്. സാജു ഇല്ലാത്തൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാജു പാചകത്തിന് മാത്രമല്ല, സാജു ഒരു ബ്രേക്ക് ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. സാജു മിമിക്രിയിലോട്ട് രണ്ടാമതാണ് വന്നത് അല്ലേ? ആദ്യം ഉദയംപേരൂരൊക്കെ ഉള്ള പല ഈ ഡാൻസ് സ്കൂളുകളിലെയും ഡാൻസ് അധ്യാപകനായിരുന്നു, സിനിമാറ്റിക് ഡാൻസിന്റെ അധ്യാപകനായിരുന്നു സാജു. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി അമേരിക്ക പോയപ്പോഴത്തേക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങ് പോകും. അപ്പൊ എന്ത് മാർട്ടിലാണ് നീ പോണത്? ഫ്ലീ മാർട്ടിന്ന്. അത് എലിപ്പെട്ടി വരെ ഉണ്ട് അവിടെ പഴയത് അവിടെ കൊടുക്കാനായിട്ട്. പുള്ളിക്കാരൻ ഒരു 1 ലിറ്ററിന്റെ സ്പ്രേ മേടിച്ചു. സാധാരണ സ്പ്രേ ഒക്കെ ചെറുതല്ലേ, ഇത്രയും പൊക്കമുള്ള ഒരു കുപ്പി കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നിട്ട് പറയും, ഇതാ കണ്ടാ നീയൊക്കെ ചെറുതല്ലേ മേടിച്ചു, ഞങ്ങൾ ഇത്രയും വലുതാ മേടിച്ചതെന്ന്. ഇതാ ഇത്രയും വലുതാന്ന് കൈ ചൂണ്ടിട്ട് നോക്കുമ്പോണ്ടല്ല സ്പ്രേ വറ്റിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ താന്ന് അടിവരെ ഇട്ട പോലെ ആയി. അവരെന്തോ ഒരു ചൂടിൽ ഒപ്പിച്ച് വെച്ചാൽ അത് വെയിലത്തായിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് മൊത്തം വറ്റിപ്പോയി, ആവിയായിപ്പോയി. തന്നെ ഒരു ചെറിയ തുള വീണപ്പോ ഒരു സ്പ്രേ അതുപോലെ ഞങ്ങൾ നോക്കി സ്പ്രേ ഇങ്ങനെ താന്ന് പല ട്രിപ്പുകളിലും പോയപ്പോൾ എനിക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉള്ളിടത്ത് പോയാലേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരിക്കൽ പോയപ്പം മനോജ് കെ ജയൻ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിൽ. മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഷർട്ട് മേടിക്കാൻ വരുന്നു എന്ന് വെച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പോൾ ഒരു മാളിൽ പുള്ളി പോയേക്കും കേട്ടോ. എല്ലാത്തിനും നമ്മളൊക്കെ അപ്പിടുന്ന ഷർട്ടിൻ്റെ ഒരു 10 ഇരട്ടി വിലയുള്ള ഷർട്ടുകളുള്ളൊരു മാളിലാണ് പോയേക്കുന്നത്. നമ്മുടെ ട്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും സാധാരണ കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എനിക്ക് മാത്രം ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും കിട്ടുമല്ലോ, നാളെ രാത്രി തിരിച്ചിങ്ങോട്ട് കയറി പോരും വേണം. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോജ് ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ടീഷർട്ട് കടയാണ്, ബ്രാൻഡഡ് ടീഷർട്ടാണ്. അവിടെ ഒരു ഓഫറുണ്ട്. ഒരെണ്ണം മേടിച്ചാൽ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ അവിടുന്ന് രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ വില കൂടിയത് ഏതോ അതിൻ്റെ പകുതി പൈസ എടുക്കുകയുള്ളൂ. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല ടീഷർട്ട് മേടിച്ചു. അതിന് അന്ന് നല്ല ഒരു ഉദാഹരണത്തിന് ഒരു 100 രൂപ എന്ന് വെച്ചോ, $100 എന്ന് വെച്ചോ, $100 പുള്ളി ഒരു ടീഷർട്ട് മേടിച്ചു. വേറെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു സൂപ്പർ ടീഷർട്ടാണ് താനും. ഇത് $100 മേടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്നും മേടിച്ചില്ലല്ലോ, നീ വേണേ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചോ, രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. അപ്പം എനിക്ക് പകുതി പൈസ കുഴപ്പമില്ല മേടിക്കുക എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ ആ കടക്കാരൻ വിളിച്ചു, രണ്ടാമത്തിന് പകുതി പൈസ തന്നാൽ മതി. ഞാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ മനോജേട്ടൻ മേടിച്ച അതേ ടീഷർട്ട് $50 മേടിച്ചു. അതാണ് അവിടെയുള്ള നല്ലത്. അപ്പം ഞാൻ അത് തന്നെ $50 മേടിച്ചപ്പോൾ തൊട്ട് പുള്ളി എന്നോട് മിണ്ടണില്ലെന്നേ. പുള്ളി കുറേ നേരമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് ഈ മാളിലെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പുള്ളിനോട് പറഞ്ഞു, അത് മോശമായിപ്പോയി കേട്ടോ, കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു. എന്താ? അല്ല, ആ ടീഷർട്ട് തന്നെ മേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ 100 രൂപയ്ക്ക് മേടിച്ച് നീ 50 രൂപയ്ക്ക് മേടിച്ചു, അതൊരു മര്യാദയാണോ എന്ന് ചോദിച്ചാൽ എന്നോട്. ഞാനൊന്നും മിണ്ടാണ്ട് നാട്ടിൽ വന്ന് 3 മാസം കഴിഞ്ഞ് വെളുപ്പിന് 7:30 മണിക്ക് ഒരു ദിവസം മനോഹരൻ എന്നെ വിളിച്ചേക്കുക. അപ്പം അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ദിവസമാണ്. നീ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുന്നുണ്ടോ? ഞാൻ ഉണ്ട്. നീ അന്ന് മേടിച്ച ആ ടീഷർട്ടാണോ ഇടുന്നത്? ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ. അതൊന്നും ഇട്ടുകൊണ്ട് വരരുത്, ഞാനത് ഇട്ടുകൊണ്ടാണ് വരാൻ പോകുന്നത്. സുനിൽ സൂര്യ വീണ്ടും ഈ വേദിയിൽ വന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ
കുറച്ച് നല്ല നുറുങ്ങ് കോമഡികളുമായിട്ടൊക്കെ നമ്മുടെ എപ്പിസോഡ് വളരെ ഗംഭീരമായിട്ടാണ് ഇത് പൂർണ്ണമാവുന്നത്. മറ്റൊരു കിടിലം എപ്പിസോഡുമായി വീണ്ടും കാണാം. Until then, it's bye from Once Upon a Time.